അർജുൻ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ഇന്ന് അവിടെ സർവ്വമത പ്രാർത്ഥന നടത്തുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? ബന്ധുമിത്രാദികളെല്ലാം അവരുടെ ഉറ്റവരെ അടക്കം ചെയ്ത പ്രദേശത്ത് പുഷ്പാർച്ചന അർപ്പിച്ച് കണ്ണീർ പൊഴിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ അർജുൻ? അല്പസമയത്തിനകമാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുക. ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് ഇവർ പുഷ്പാർച്ചന അർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ വിഷമത്തോടെ കണ്ണുനീരൊക്കെ പൊഴിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ എത്തി തങ്ങളുടെ ആളുകളെ ഓർക്കുന്നത്. ഒരു വർഷം ആയി. ഒരു വർഷത്തിൻ്റെ കഴിഞ്ഞതോടെ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവങ്ങളെ ഓരോ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നിത്യശാന്തി ലഭിക്കണേ എന്ന അത്തരത്തിൽ നിത്യശാന്തി ലഭിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടെയാണ് ഇവർ ഇവിടെ വന്ന ഇവർക്ക് മുൻപിൽ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ്. ഒരിക്കലും ഈ നഷ്ടം എത്ര പൈസ കിട്ടിയാലും അല്ലെങ്കിൽ എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും തങ്ങൾക്ക് ഈ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല. ആ ഒരു നഷ്ടം ഒരിക്കലും തങ്ങളുടെ മുന്നിൽ നിന്ന് പോകില്ല. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കൊച്ചുകുട്ടിയടക്കം അവിടെ വന്ന് കൈകൂപ്പിക്കൊണ്ട് അവർക്ക് ഒന്നും അറിയില്ല. ആ കൊച്ചുകുട്ടിക്കൊന്നും ഒന്നും അറിയില്ല. ആ കൊച്ചുകുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ കൊച്ചുകുട്ടിയുടെ ആരെങ്കിലും ആയിരിക്കാം ആ മരണപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം മരണപ്പെട്ട് കിടക്കുന്നത്. അവരെയൊക്കെ നോക്കിക്കൊണ്ട് ആ കൊച്ചുകുട്ടിയടക്കം കൈ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ ഓരോ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് എത്തിക്കൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിരവധി പേർ, അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ എത്തിക്കൊണ്ടാണ് ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മമാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ട് അവിടെ ആ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കടക്കം, അതായത് തങ്ങളുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ നാട്ടിൽ നിന്നും ഉരുളെടുത്തു പോയ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ഈ അടക്കം ചെയ്ത സ്ഥലത്തെത്തിക്കൊണ്ട് അവർക്കൊക്കെ ഈ ഹൃദയഭൂമിയിലെത്തിക്കൊണ്ട് ചുരൽമലയിലെ ഹൃദയഭൂമിയിലെത്തിക്കൊണ്ട് അവർക്കൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തങ്ങൾ ഒരു നിമിഷം അവിടെ മൗനമായി നിന്നുകൊണ്ട് കണ്ണുനീർ വാർത്ത് അവർക്ക് അവരുടെ ഓർമ്മകളിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത് പണ്ട് തങ്ങളുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, മുറ്റത്ത് ഓടി നടന്നിട്ടുള്ള കുട്ടികൾ, തൊട്ടപ്പുറത്ത് നിന്നും അയൽവക്കത്തു നിന്നും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായും ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോയി അവിടെ സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ മറ്റ് വീടുകളിലേക്ക് ചെന്ന എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതൊക്കെ ആയിരിക്കാം ഇവർ ഓർത്തിട്ടുണ്ടാവുക. നേരത്തെ നമ്മളോട് ഒരു ചേട്ടൻ നമ്മളോട് ബൈറ്റ് തന്നപ്പോൾ അവർ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പഴുത്ത ചക്ക കൊണ്ട് തന്ന ആളാണ് ഇന്ന് മരിച്ചത്, ഈ ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചത്. പിറ്റേ ദിവസം അത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്തരത്തിൽ ഓരോ സാധനങ്ങളടക്കം കൈമാറ്റം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അതിലൊരു പാതി തൊട്ടപ്പുറത്തുള്ളവനും കൂടി കൊടുക്കണം എന്നുള്ള ഒരു മനസ്സോടുകൂടി കഴിഞ്ഞവരാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം നിവാസികൾ. ആ ഒരു ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇവിടെ വന്നുകൊണ്ട് തങ്ങളുടെ ഉറ്റവരെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കരയേണ്ടി വന്നിട്ടുള്ളത് വലിയ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. അത്തരത്തിൽ ഉരുളെടുത്തുകൊണ്ട് പ്രകൃതിയുടെ ഒരു താണ്ഡവത്തിൽ അല്ലെങ്കിൽ പ്രകൃതി കലിതുള്ളി വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട തങ്ങൾക്കൊന്നുമില്ലാതായവർ, തങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ വീട്ടുകാരുമടക്കം സുഹൃത്തുക്കളടക്കം നഷ്ടപ്പെട്ടവർ, ഒരു നാടിൻ്റെ തന്നെ ചിരി മാഞ്ഞ നിമിഷമായിരുന്നു അന്ന് ഒരു നാട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നാടായിരുന്നു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. ചുറ്റും കാടുകൾ നിറഞ്ഞ, പ്രകൃതി ഭംഗി നിറഞ്ഞാൽ എന്നാൽ സൗകര്യങ്ങളൊക്കെയുള്ള വാഹനങ്ങളൊക്കെ എത്തുന്ന അത്തരത്തിൽ സൗകര്യങ്ങൾ നിറഞ്ഞതും പ്രകൃതി ഭംഗി നിറഞ്ഞതുമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ 3 സ്ഥലങ്ങളും. ആ സ്ഥലത്തേക്കാണ് ഇടുത്തി പോലെ ഇത്തരത്തിലൊരു ഉരുള പൊട്ടി ഒലിച്ചുകൊണ്ട് വരുന്നത്. തുടർന്ന് തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, മാത്രമല്ല ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒരു വേദന, ഒരു വർഷമായി ഇവർ കടിച്ചമർത്തുകയാണ്. ആ വേദന, ആ ഒരു കടിച്ചമർത്തുന്ന വേദനയിൽ വേണം ഇവർക്ക് ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അതിജീവിക്കുവാൻ. ഈ ഒരു വേദന നമുക്ക് നമ്മളുടെ ഓരോ മനുഷ്യർ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത ആളുകൾ മരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദന അറിയുക എന്നുള്ളതല്ലേ നമ്മൾ ഓരോരുത്തർ പറയുക. അതുപോലെ തന്നെ ഇവരുടെ വേണ്ടപ്പെട്ടവരാണ് മരിച്ചത്. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അതുപോലെ തന്നെ അമ്മമാരും അച്ഛന്മാരും നഷ്ടപ്പെട്ട മക്കളുണ്ട്.
സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരി, സഹോദരി നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, സഹോദരികൾ, ഇങ്ങനെ നഷ്ടങ്ങളുടെ കണക്കുകളാണ് ഇവിടെ പറയുവാനുള്ളത്. അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, സഹോദരനെ നഷ്ടപ്പെട്ടവർ, സഹോദരിയെ നഷ്ടപ്പെട്ടവർ, ബാല്യകാല സുഹൃത്തിനെ നഷ്ടപ്പെട്ടവർ, സഹപാഠികളെ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു കണക്കാണ് നമുക്ക് ഈ പുത്തുമലയിലെത്തുമ്പോൾ നമുക്ക് ഓരോ കുഴിമാടത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ഓരോ മൃതദേഹത്തിൻ്റെ മുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കുകളാണ്. മാത്രമല്ല സ്വപ്നങ്ങൾ നെയ്ത പല സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന സ്വപ്നങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഓരോരുത്തരായി വന്ന ഇവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് തങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഓരോരുത്തരെ കാണുമ്പോഴും വിങ്ങിപ്പൊട്ടുകയാണ് ഓരോരുത്തരുടെ മനസ്സും. പൊട്ടുന്ന മനസ്സോടുകൂടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും, എന്തിന് നീ ഇത്ര നേരത്തെ പോയി, എന്നെയും കൂടെ കൊണ്ടുപോയി കൂടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല ഇനി കൊണ്ട് അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്. ഒരുപാട് പേർ വീണ്ടും ഇവിടെ എത്തി ഈ പുഷ്പങ്ങൾ അർപ്പിക്കാൻ എത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരായി ഇവിടെ എത്തുന്നു. അവരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ചോദിക്കുന്നു. അവിടെ മരിച്ചവരെല്ലാം ഒരു പ്രത്യേക പ്രദേശത്തല്ലേ അവരെ സംസ്കരിച്ചിട്ടുള്ളത്? എല്ലാവരെയും നമുക്കറിയാം, അന്ന് നമ്മൾ തത്സമയം വാർത്തകൾ നൽകിയതാണ്. എല്ലാവരെയും, വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകളെയെല്ലാം എല്ലാവരെയും ഒരു പ്രത്യേക പ്രദേശത്ത്, സർക്കാർ ഏറ്റെടുത്ത പ്രദേശത്ത് അല്ലെങ്കിൽ പ്രത്യേകമായി വിട്ടുകൊടുത്ത ഭൂമിയിൽ ഒന്നിച്ച് അല്ലേ അവിടെ സംസ്കരിച്ചിരിക്കുന്നത്? അതേപ്പറ്റി കൂടി, ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി അർജുൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു ഉരുൾപൊട്ടലിന് മുമ്പ്, ചൂരൽമല ഉരുൾപൊട്ടലിന് മുമ്പ് 2018 വലിയൊരു ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. ഈ സ്ഥലത്തേക്ക് ഉരുൾ ഒലിച്ചു വരികയും ഈ പ്രദേശം ഒന്നാകെ നഷ്ടപ്പെടുന്ന, ഇവിടെ പല വീടുകളുണ്ടായിരുന്നു, ആ വീടുകളൊക്കെ തകർത്തുകൊണ്ട് ആ പുത്തുമല ദുരന്തം നടന്ന ഒരു സ്ഥലമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. ഈ പുത്തുമല ഇപ്പോൾ ഇവിടെ ആർക്കും താമസിക്കുവാൻ അനുവാദമില്ല. അത്തരത്തിൽ സേഫ്റ്റിയായ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം സർക്കാർ വിട്ടു നൽകുകയായിരുന്നു. അതായത് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ മരിച്ചവർക്ക് ഈ ഒരു സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. ആ വിട്ടു നൽകിക്കൊണ്ട് ഈ ഒരു സ്ഥലത്താണ് ഇവരെ അടക്കം ചെയ്തിട്ടുള്ളത്. ചൂരൽമല, മുണ്ടക്കൈ നിവാസികളെ അടക്കം ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഹൃദയഭൂമി എന്നുള്ളതാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ഹൃദയവും കീറി മുറിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കിക്കൊണ്ട് മറഞ്ഞവർക്കായി ഒരുക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്, ഈ പുത്തുമലയിൽ. അതായത് ഇതിന് മുൻപ് ദുരന്തം നടന്ന പുത്തുമലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം നിവാസികളെ ഇപ്പോഴും അടക്കിയിട്ടുള്ളത്. അവർ ഇവിടെയാണ് ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത്. പലരും മറ്റു സ്ഥലങ്ങളിലൊക്കെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിച്ചാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഒരു മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരെയും സർവോപരി മനുഷ്യൻ എന്ന് മാത്രം എന്നുള്ള ഒരു ചിന്തയിൽ ഇവിടെ എല്ലാവരെയും അടക്കിയിരിക്കുന്നു. അവർക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്ത് തന്നെ ഓരോരുത്തരെയും, അതായത് ഈ മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം പരസ്പരം അറിയുന്നവരാണ്, തൊട്ട് അടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവരെയൊക്കെ തൊട്ടടുത്ത് തന്നെ അടക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീർച്ചപ്പെടുത്തൽ കൊണ്ടാണ് ഇവിടെ എത്തി ഇവരെ അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന കാഴ്ച, ചെറിയ കുട്ടികളടക്കം, അതായത് കൊച്ചു കുട്ടികളടക്കം ഇവിടെ വന്നുകൊണ്ട് നിസ്സഹാരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ കുഴിമാടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ജാതിഭേദമന്യേ, മതഭേദമന്യേ ഓരോരുത്തരും ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത്. നിരവധി പേരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പാർട്ടിയിൽപ്പെട്ടവരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ നിറത്തിൽപ്പെട്ടവർ, വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, വിവിധ ജാതിയിൽപ്പെട്ടവർ, വിവിധ മതത്തിൽപ്പെട്ടവർ, നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, തങ്ങളുടെ സ്വന്തം ആളുകൾ മാത്രമല്ല, അല്ലാതെ തന്നെ തങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരുപാട് പേർ ചൂരമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും എല്ലാവരെയും അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അവർ വന്നിരുന്ന് തങ്ങളുടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവർക്ക് അവസാനമായി ഒരു യാത്രാമൊഴി, ഇനിയും തങ്ങൾ ഒരിക്കലും ഇവിടെ നിന്നും, ഞങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾ പോകുന്നത് ഈ ലോകത്ത് എവിടേക്കാണെങ്കിൽ കൂടിയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇവർ എല്ലാവരും ഇവിടെ എത്തി വലിയ രീതിയിൽ ഈ തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ പരിഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു
വലിയ ഒരു നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. വലിയ രീതിയിൽ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ച. അത്തരത്തിൽ ഓരോരുത്തരായി വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇവിടെ തന്നെ നിൽക്കുന്നു. അല്പസമയത്തിനകം സർവ്വമത പ്രാർത്ഥനയുണ്ടാകും. അതിനായി തന്നെ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പ്രാർത്ഥന ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്കിവിടെ പറയുവാൻ കഴിയുന്ന അന്ന് ഒരു കാളരാത്രിയായിരുന്നു. ആ രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പുഞ്ചിരിമട്ട ഇത്തരത്തിലുള്ളൊരു ഉരുള് പൊട്ടുന്ന. ഏകദേശം 11 മണിയോടെ കൂടി ഉരുള് പൊട്ടുന്നു. തുടർന്ന് 12 മണി 1 മണിയോട് കൂടി ഈ ഉരുളിൻ്റെ അവശിഷ്ടങ്ങൾ ആ പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കും ചൂരന്മലയിലേക്കും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടാമതും പൊട്ടുണ്ടാകുന്നു. അത് ഭീകരമായി തന്നെ ഈ പ്രദേശത്തെയൊക്കെ മൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ചൂരന്മല മുണ്ടക്കൈ മേഖലകളെയൊക്കെ മൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു നാടുണ്ടായിരുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ്. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശമാണ്. ടൂറിസ്റ്റുകൾ നിരവധി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആ ഒരു സ്ഥലം പിന്നീട് കല്ലും ചെളിയും മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് നമ്മൾ വലിയ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. ആദ്യഘട്ട രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായിരുന്നു. കാരണം ഈ പാറക്കല്ലും ഈ ചെളിയും അടിഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്ത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിൽ എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പുന്നപ്പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വടം ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് കരകളെയും ബന്ധിപ്പിച്ച് അതിൽ നിന്നാണ് ആളുകളെ പിന്നീട് ആദ്യം രക്ഷപ്പെടുത്തിയത്. തുടർന്ന് വലിയ രീതിയിൽ മറ്റ് ഫോഴ്സുകളൊക്കെ ഇവിടെ എത്തുകയും ഈ ഫയർഫോഴ്സ് അടക്കമുള്ള പോലീസ് അടക്കമുള്ള സേന വിഭാഗങ്ങളെല്ലാം എത്തിക്കൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. സേന എത്തിയതിൽ പിന്നെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ പുരോഗമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ബെയിലി പാലം നിർമ്മിച്ചു. അതായത് ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ദൃഢത പോലെ, അതായത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എങ്ങനെയാണോ ഇവർ ആ ഒരു സങ്കടങ്ങളൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് ദൃഢതയോടെ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ കട്ടിയോടെ നിർത്തുന്നത്, ആ ഒരു ദൃഢതയോട് കൂടിയാണ് ഇവിടെ പാലം, ആ ഒരു ബെയിലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ആ ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മയെന്നോണം ആ ബെയിലി പാലം ഇപ്പോഴും നിൽക്കുകയാണ്. ആ ബെയിലി പാലത്തിലൂടെ പിന്നെ ആളുകളെ കൊണ്ടുവരുന്നു. തുടർന്ന് എങ്ങും നമുക്ക് കാണുവാൻ സാധിച്ചത് ഈ മനുഷ്യ ശരീരങ്ങളാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ, ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ കഷ്ണങ്ങളാണ്. ഇവയെല്ലാം കൂട്ടിപ്പെറുക്കി അവയെല്ലാം തൊട്ടിപ്പുറത്ത് ചൂരമലയിലെത്തിക്കുന്ന സേനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാട്ടുകാർ, ഇവരെയൊന്നും ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയില്ല. നമ്മളടക്കം അവിടെ എല്ലാ ദിവസവും അവിടെ നിന്ന് ആദ്യ ദിവസം മുതൽ എല്ലാ ദിവസവും അവിടെ നിന്നുകൊണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അവയെല്ലാം. അതിനുശേഷം പിന്നീട് ഇവരെ ഈ ഒരു പുത്തുമലയിലേക്ക് എത്തിച്ച, ഈ ഹൃദയഭൂമിയിലെത്തിച്ച് ഇവരെ ഓരോരുത്തരെ അടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വികാരനിർഭരമായിട്ടുള്ള ഒരു കാഴ്ചകൾ അന്ന് നമ്മൾ കണ്ടതാണ്. അതിൽ പിന്നെ ഇന്നാണ് നമ്മൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികാരനിർഭരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ആട്ടിയുലയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സ് പിടിവിട്ടു പോകുന്ന കരച്ചിലിൻ്റെ വക്കോളം നമ്മൾ തന്നെ എത്തുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് കൊച്ചു കുട്ടികളടക്കം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇവിടെ എത്തി ഈ പുഷ്പങ്ങൾ ഇവർക്ക് അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മതഭേദമന്യേ ജാതിഭേദമന്യേ നിരവധി പേർ ഇവിടെ എത്തുന്നു. അമ്മമാരും മുതിർന്നവരുമടക്കം എല്ലാവരും ഇവിടെ എത്തി ഇവിടെ വന്ന ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. തങ്ങളുടെ സങ്കടങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം ഇവരോട് പങ്കുവയ്ക്കുന്നു. ഒരു വർഷം ഇന്ന് ഈ ഒരു വർഷം തങ്ങളെ വിട്ട് പിരിഞ്ഞവർ, ഒരു വർഷമായി തങ്ങളുടെ കൂടെ അവർ ഇല്ല. അതിനു മുൻപ് അത്രയും കാലം തങ്ങളുടെ കൂടെ ഓടി നടന്നവർ, കൂടെ കളിച്ച കൂട്ടുകാർ, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ച അമ്മ, അച്ഛൻ, തന്നെ ചേർത്ത് പിടിച്ച അച്ഛൻ, തന്നെ ചേർത്ത് പിടിച്ച അമ്മ, തന്നെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച പെങ്ങൾ, ആങ്ങള, ഇങ്ങനെ നിരവധി പേരാണ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അവരെയൊക്കെ കണ്ടുകൊണ്ട് ഒരു നിമിഷം കൂടി അവരുടെ ഓർമ്മകളിലേക്ക് എത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇവരെ ഓർത്തുകൊണ്ടാണ് ഇവർ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സങ്കടം, വലിയ രീതിയിലുള്ള ഒരു വിഷമം എല്ലാവരുടെയും കണ്ണുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ വാർത്തുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ചൂരന്മലയിൽ നിരവധി പേർ വന്ന ചൂരന്മലയിൽ ഇവരുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ, അതായത് ഈ മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചൂരന്മലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഫോട്ടോകളൊക്കെ വെച്ച് തങ്ങളുടെ സ്നേഹം അറിയിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഈ വിഷമങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് തങ്ങളുടെ ഇത്രയും നാളുള്ള ഒരു വർഷം തങ്ങൾ അതിജീവിച്ച അതിജീവനത്തെക്കുറിച്ചൊക്കെ ഇവരോട് സംസാരിച്ചുകൊണ്ട് ഇവരുടെ ആത്മാക്കൾക്ക് ആത്മശാന്തി നേരുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ അവർക്ക് ആത്മശാന്തി നേരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി പേർ ഇവിടെ എത്തി ഇപ്പോഴും പുഷ്പാർച്ചന ചെയ്യുന്ന അല്ലെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചൂരമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിലുള്ള ആളുകൾ ഇപ്പോൾ താമസിക്കുന്ന പലരും
അതിനപ്പുറം എല്ലാവരും ഇവിടെ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വികാര നിർഭരമായിട്ടുള്ള കാഴ്ച നമുക്കൊരിക്കലും ഇത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ കൂടുതൽ വ്യാപ്തി എന്താണ് നമുക്ക് മനസ്സിലുള്ള ും ഇത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ കൂടുതൽ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ മുൻപിൽ നിന്നും ഓരോരുത്തരായി പൊട്ടിക്കരയുന്ന കാഴ്ചകൾ, ഓരോ കുട്ടികളടക്കം വന്നുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ, തങ്ങളുടെ അച്ഛനെ അമ്മയെ ഒക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്, അവരൊക്കെയാണല്ലോ ഈ കിടക്കുന്നത്, അവരെയൊക്കെ ആലോചിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അവരുടെ മനസ്സുകൾ ഓരോരുത്തരെയും, പലരുടെയും മുഖങ്ങളിൽ ആ കണ്ണുനീരൊന്നുമില്ല, അവർ ഒരു നിർവികാരികതയാണ്. അവർക്ക് എന്താണ് ഒരു വികാരമോ ഒന്നും മനസ്സിൽ വരാത്ത രീതിയിൽ ആ നിർവികാരമായ രീതിയിലാണ് ആ പലരും നിൽക്കുന്നത്. മനസ്സ് മരവിച്ചുകൊണ്ട്, ശരീരം മരവിച്ചുകൊണ്ട് ആ രീതിയിൽ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ അവർ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? തങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന ഇവരോട് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി എന്ത് ഞങ്ങൾ ഇവരോട് പറയും? തങ്ങളുടെ ഈ ഒരു വർഷത്തെ ഈ ഒരു അതിജീവനമൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ തങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചു. നിങ്ങളുടെ മകൻ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പലരും വലിയ ഒരു വികാരനിർഭരമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വികാരനിർഭരമായ കാഴ്ചകൾ തന്നെയാണ് ചൂരൽമലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ, അവരെ എല്ലാവരെയും ഒരേ സ്ഥലത്ത് സംസ്കരിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് ബന്ധുമിത്രാദികളും അവരെ അറിയുന്നവരും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും കണ്ണീർ പൊഴിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ച് അവർ അവരുടെ ഹൃദയവേദന അവിടെ പങ്കുവെക്കുന്നു. അവർക്കായി സർവമത പ്രാർത്ഥനയും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ സർവമത പ്രാർത്ഥന നടക്കും. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടെ അവശേഷിക്കുന്നത്. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് അവരെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം മറിയുന്നു, ജീവിതം തന്നെ തകിടം മറിയുന്നു, സ്വന്തം വീട് നഷ്ടപ്പെടുന്നു, ആ ഗ്രാമം തന്നെ ഇല്ലാതാകുന്നു. അവിടെ കൂടെ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെടുന്ന സാഹചര്യം. അങ്ങനെ പ്രകൃതിയുടെ കലിതുള്ളലിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഒരു കുടുംബം ഒന്നാകെയുണ്ട്. അത്തരത്തിൽ ഒരു നാടൊന്നാകെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അർജുൻ, ഇവിടെ ഉറ്റവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പലതും ലഭിച്ചിട്ടില്ല. വാഗ്ദാനങ്ങൾ മാത്രം ഇങ്ങനെ തൂണുകളായി അവശേഷിക്കുകയാണ്. എന്ന് ഇവർക്ക് പഴയ ജീവിതം തിരികെ ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സർക്കാർ പക്ഷേ എല്ലാം സഹായിക്കാമെന്ന് മാത്രം പറയുന്നതല്ലാതെ അവർക്ക് വേണ്ടപ്പെട്ട സഹായം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളാണല്ലോ നമുക്ക് ഈ നിമിഷം നൽകാൻ കഴിയുന്നത്. അതിൻ്റെ അമർഷവും വേദനയും സങ്കടവും ഒക്കെ ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉറ്റവരെ ഓർത്തുള്ള അവരുടെ തീരാ ദുഃഖം. എല്ലാ അർത്ഥത്തിലും എല്ലാം നഷ്ടപ്പെട്ടവർ തന്നെയല്ലേ ഇവിടെ കാണുന്നവർ. വിഷ്ണു, അർജുൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാതെ വയ്യ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയണമെന്നില്ല, പക്ഷേ അത് പറയാതെ വയ്യ. ഇത്തരത്തിൽ വലിയ ഒരു അമർഷമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഇവർ ഓരോ സ്ഥലത്തു നിന്നും തങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിപ്പെട്ടത്. പക്ഷേ ഇവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ വിഷമങ്ങൾ തങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോഴും തങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, തങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരിടം വേണം. അതിനായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അത് പ്രാരംഭഘട്ടം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തറ പോലും പലതിലും തറ പോലും കെട്ടിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ടൗൺഷിപ്പ് പദ്ധതി. നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴടക്കം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം പറഞ്ഞത് ഒരു വർഷത്തിനകം ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കുമെന്നും ഇവരെ അങ്ങോട്ട് മാറ്റുമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ നൽകിയിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു വർഷമായിട്ടും ടൗൺഷിപ്പ് പദ്ധതി എങ്ങും എത്താതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഇവർക്ക് വിഷമം, അത് ഈ ഒരു കടിച്ചമർത്ത വിഷമം, അതായത് സ്വന്തക്കാരെല്ലാം പോയി തങ്ങളുടെ ഇപ്പം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിയാണ് അവിടെ നിന്നും
തൻ്റെ സ്വന്തം ആളുകൾ നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് വിതുമ്പി അവരുടെ ആ ഒരു കുഴിമാടത്തിനരികിൽ നിന്നുകൊണ്ട് അവരെ തൊട്ടുരുമിക്കൊണ്ട് അവിടെ കണ്ണുനീർ വാർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ വികാരനിർഭരമായ പല കാഴ്ചകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനിടയ്ക്കാണ് ഇവർക്ക് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പ് പദ്ധതിയൊന്നും പൂർത്തീകരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഇവരുടെ മനസ്സിനെ നീറ്റുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ആ കാഴ്ചകളാണ്. ആ കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും ആ കുട്ടി എന്തുമാത്രം സങ്കടപ്പെട്ടിരിക്കാം. തങ്ങളുടെ മരണപ്പെട്ട ആരായാലും അവരെയൊക്കെ ഓർത്തുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ ഓരോന്ന് പറയുന്നു. തങ്ങൾ പറയുന്ന ഓരോ തങ്ങളുടെ സന്തോഷവും തങ്ങളുടെ സങ്കടവും എല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വന്തം തൻ്റെ മനസ്സെ തൊട്ടുകൊണ്ട് അവരുടെ ഖബറിൽ അവർക്ക് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അവരെ വലിയ രീതിയിൽ അവർ അലിഞ്ഞു ചേർന്ന ആ മണ്ണിനോട് ചേർന്ന് നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ. ആ മണ്ണിൽ തൊട്ട് അവരുടെ കണ്ണുനീർ പുഷ്പങ്ങൾ അവിടെ അർപ്പിക്കുകയാണ്. അവരുടെ സങ്കടങ്ങൾക്ക് ആർക്കും മറുപടി നൽകാൻ കഴിയുന്നില്ല. അവരുടെ ദുരന്തങ്ങൾക്ക് ഒരാണ്ട് പിന്നിടുന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ വലിയ വേദനയുടെ വലിയ കടലേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സങ്കടക്കടലിൽ നിന്നും ഇതുവരെയായി കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ഓരോ ദിവസവും വേദന മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുകയാണ്. ഉൾപൊട്ടലിൻ്റെ ഒരാണ്ട്.